നമസ്കാരം. 2025 ജൂൺ മാസം 18-ാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ 50 രൂപ കൊടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു, ബുധനാഴ്ച ദിവസം ഇവിടെ പറയുന്ന നാളുകാർക്കും നമ്പറുകൾക്കുമാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും പലരും എന്നെ വിളിച്ചു പറയുന്നു, ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുകൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ടായി എന്നും അവർ ആ നമ്പർ സെലക്ട് ചെയ്തെടുത്തപ്പോൾ അവർക്ക് 500 കിട്ടിയെന്നും 5000 കിട്ടിയെന്നും 1000 കിട്ടിയെന്നും ഒക്കെ എല്ലാ ദിവസവും എന്നെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിലും ആൾക്കാർ സ്നേഹപൂർവ്വം എന്നെ വിളിച്ചു പറയുന്നു. അതിൽ വളരെ സന്തോഷവുമുണ്ട്, അഭിമാനവുമുണ്ട്. അവർക്ക് 50 രൂപ മുടക്കി ലോട്ടറി സമ്മാനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നേട്ടമാണ്. 50 രൂപ അടുത്ത് 500 രൂപ കിട്ടുന്നതും 1000 കിട്ടുന്നതും ഒക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. 1000 രൂപ എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങുവാൻ വേണ്ടി ഉപകരിക്കാവുന്ന 1000 രൂപ എന്ന് പറഞ്ഞാൽ മോശമല്ല, നല്ലൊരു തുക തന്നെയാണ്. അപ്പോൾ ഈ 1000 രൂപ കിട്ടുന്നു, 500 കിട്ടുന്നു, 100 കിട്ടുന്നു, എല്ലാം സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു സന്തോഷത്തിന് വക തരുന്ന കാര്യം, ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറുകൾ നോക്കി നോട്ട് ചെയ്ത് ടിക്കറ്റുകളൊക്കെ വാങ്ങുന്നുണ്ടല്ലോ, അതോർക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ഞാനിവിടെ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത. ആ നാളുകാർക്ക് മാത്രമല്ല, പറയാത്ത നാളുകാരാണെങ്കിൽ അവരുടെ ദശാകാലമൊക്കെ നല്ല കത്തിക്കയറി നിൽക്കുന്ന ദശാകാലമാണെങ്കിൽ അവരുടെ ജീവിതാനുഭവം കൊണ്ട് അറിയാം നല്ല സമയമാണെന്നുള്ളത് അറിയാമെങ്കിൽ അപ്പോൾ അവർക്കും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂരുരുട്ടാതി 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 3/4 രോഹിണി മകീരൻ 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർദം 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം. അതുപോലെ തന്നെ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം കാല് പൂയം ആയില്യം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 3/4 അത്തം ചിത്തിര 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധൈര്യമായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ 50 രൂപ മുടക്കി ഒരു ടിക്കറ്റ് എടുത്താൽ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ നിങ്ങൾ എടുക്കുന്ന നമ്പറും ഭാഗ്യദേവതയുടെ അനുഗ്രഹവും കൃത്യമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ലഭിക്കും. ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. 50 രൂപയുടെ കാര്യമേ ഉള്ളൂ. ഒരുപാട് ടിക്കറ്റുകളൊന്നും എടുത്ത് പണം കളയരുത്. യാത്ര ചെയ്ത് ധനവും സമയവും കളഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ പോകരുത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നമ്പറുകൾ മാത്രം നോക്കിയെടുക്കുക. നിങ്ങളുടെ കൈവശം ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റിനകത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്ന 4 അക്ക നമ്പറുകളോ 6 അക്ക നമ്പറുകളോ അവസാനത്തെ 2 അക്ക നമ്പറുകളോ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ചിന്ത പറയുക ഈ ടിക്കറ്റ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നേരെ മറിച്ച് ഞാനിവിടെ പറയുന്ന 4 അക്ക നമ്പറുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് നോട്ട് ചെയ്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുന്നതും നല്ലതാണ്. 6 അക്ക നമ്പറുകൾ കാണിച്ചു തരുന്നുണ്ട് സ്ക്രീനിൽ, അതും നോക്കി ടിക്കറ്റ് എടുക്കുന്നത് നല്ലതാണ്. 2 അക്ക നമ്പറുകളും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതും നോക്കി നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. 50 രൂപ മുടക്കി 1000 രൂപ കിട്ടുന്നതും 2000 കിട്ടുന്നതും ഒക്കെ വലിയ നേട്ടം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഒരിക്കലും ലോട്ടറി ടിക്കറ്റിൻ്റെ ചിലവായ തുകയും ലോട്ടറി സമ്മാനം അടിച്ച തുകയും തമ്മിൽ യാതൊരു ബന്ധവും കാണാത്ത വിധത്തിലുള്ള അനുഭവം ഉണ്ടാകും എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. ഇതൊരു ഭാഗ്യപരീക്ഷണമാണെന്നുള്ളത്. ഇവിടെ സ്ക്രീനിൽ കുറേ 6 അക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നമ്പർ തിരഞ്ഞെടുത്ത് ഈ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ നമ്പറുള്ള ടിക്കറ്റുകൾ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുക.
അതുപോലെ തന്നെ 4 അക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും സെലക്ട് ചെയ്ത ഒരു നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എടുത്തുകൊണ്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും ഒരു 5000 ലഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ അവസാനത്തെ 2 അക്ക നമ്പറുകൾ 03, 06, 09, 12, 15, 18, 21, 24 ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കി ടിക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ 05, 6, 14, 15, 23, 22 ഇപ്പോൾ ഇങ്ങനെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും നമ്പറുകളിൽ ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടോ ഇല്ലയോ നോക്കുക. അങ്ങനെയും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുകൾ ഉള്ള ലോട്ടറി ടിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പറുകൾ അത് 4 അക്ക സംഖ്യകളാണെങ്കിലും 6 അക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ 1 വരിക, 3 വരിക, 5 വരിക, 7 വരിക, 9 വരിക. അപ്പോൾ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹവും മഹാദേവൻ്റെ അനുഗ്രഹവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ലോട്ടറി സമ്മാനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.